ഞങ്ങൾ ആരും കാണാത്തൊരു കാര്യം അനുമോൾ എങ്ങനെയാണ് കാണുന്നത്? അതെങ്ങനെ അറിയില്ലെന്ന് പറയുന്നത്? അങ്ങനെ പടക്കക്കട കൂതാഹവ എന്തൊക്കെയായിരുന്നു. ഒരു PR ടീമിന് 2 ലക്ഷം, മറ്റേ PR ടീമിന് 3 ലക്ഷം, ഈ പാവപ്പെട്ടവന് 1 ലക്ഷം. എന്നിട്ട് വള്ളി പൊട്ടിയ കളസം പോലെയായി പോയല്ലോ എൻ്റെ പൊന്നാളിമോളെ. എത്രയൊക്കെ കയറ്റിയിടാൻ നോക്കിയിട്ടും അങ്ങോട്ട് പറ്റുന്നില്ല, ഊരിപ്പോവാ. കഷ്ടം. പ്രിയപ്പെട്ട ചേച്ചിമാരെ, ചേട്ടന്മാരെ, അനുമോളുടെ PR-കളെ, മറ്റേ വന്നിടണം കേട്ടാ, അനുമോൾ ലവ്, അനുമോൾ ലവ് കുറെ കാണാറുണ്ട്. ഇനി എന്നാ ഇടും നിങ്ങള്? എന്നാ ഇടും നിങ്ങള്? എല്ലാം പോട്ടെ, ലാലേട്ടൻ ഇന്ന് വന്ന അനുമോളെ എടുത്തിട്ട് അരി വറക്കുമെന്ന് നമുക്കൊക്കെ അറിയാമായിരുന്നു. പക്ഷേ അനുമോള് ഈ സ്റ്റാൻഡ് മാറിയത്, കോട്ടയം സ്റ്റാൻഡിൽ നിന്ന് നേരെ തിരുവനന്തപുരം സ്റ്റാൻഡിൽ പോയി നിന്ന ആ പരിപാടി, അതത്ര അങ്ങോട്ട് ശരിയായില്ല. അനുമോള് സത്യം പറഞ്ഞാൽ അനുമോളെ സപ്പോർട്ട് ചെയ്ത എല്ലാവരെയും വഞ്ചിക്കുന്ന ഒരു മാറ്റക്കളിയാണ് ഇന്ന് കളിച്ചത് ലാലേട്ടൻ്റെ ഫ്രണ്ടിലെ. എന്താണെങ്കിലും 2-3 പ്രൊമോ വന്നിട്ടുണ്ട്. നമുക്ക് ഒരു പ്രൊമോ റിയാക്ഷൻ വീഡിയോയിലോട്ട് അങ്ങോട്ട് പോയാലോ? സത്യം പറഞ്ഞ എനിക്ക് തല ഇറങ്ങുന്നുണ്ട്. അനുമോളെ ഈ ചെയ്ത് ചെയ്യരുതായിരുന്നു കേട്ടാ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഈ ജിസൈലുമാരിനും ഉമ്മം വെക്കുന്ന സീൻ ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നോ? ഞാൻ കണ്ടിട്ടില്ല. ഞാൻ നേരത്തെ വീഡിയോയിലും പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ല എന്ന്. ഇപ്പോഴും ഞാൻ അതിൽ തന്നെ ഉറച്ചു വെക്കുന്നത്, ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ചില ആളുകൾ പറയുന്നുണ്ട് ഞാൻ മറ്റേ അനുമോളുടെ PR ആണെന്ന്. അപ്പോൾ പറയുന്നവരൊക്കെ പറയട്ടെ, എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാനൊരു കാര്യം പറയാം, നേരത്തെയും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, അനുമോൾ എന്ത് ചെയ്താലും തലയിൽ എടുത്ത് വെച്ചോണ്ട് അങ്ങ് ഡാൻസ് കളിക്കാമെന്നൊന്നും ഞാൻ എവിടെ എഴുതി ഒപ്പിട്ടൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രൊമോ റിയാക്ഷൻ വീഡിയോയിലോട്ട് പോയാലാ? ഭാഗമാണ്. അനുമോൾ, നിങ്ങൾക്ക് നാണമുണ്ടോ? എന്തൊക്കെ കാണിക്കുന്ന? എൻ്റെ ലാലേട്ടാ, എന്തൊക്കെയാ കാണിക്കുന്നത്? ആ കൊച്ചിന് ഒരു ബോധമില്ല. ഇപ്പൊ വന്ന് എന്തൊക്കെയൊക്കെയോ കാണിച്ചു പോണ്. അവിടെ ഉള്ളവർ എല്ലാവരും അതൊക്കെയല്ലേ ലാലേട്ടാ കാണിക്കുന്നത്. എന്തൊക്കെയൊക്കെയോ കാണിച്ചോണ്ട് പോണ്. അനുമോളും സൈഡിൽ കൂടെ എന്തൊക്കെയൊക്കെയോ വായി വരുന്ന പറയുന്നു. അത്രേ ഉള്ളൂ, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അതിനകത്ത്. ബാക്കി ഷോ അല്ലേ, ഞങ്ങൾക്ക് റെപ്യൂട്ടേഷൻ ഇല്ലേ? ബിഗ് ബോസ് ഷോയുടെ റെപ്യൂട്ടേഷൻ ബാക്കി കാണാം. ശരി, നിങ്ങൾ എന്തിനാ വന്നിരിക്കുന്നത് ഇവിടെ? ജിഷിൻ എന്തിനാ വന്നിരിക്കുന്നതെന്ന് ജിഷിന് സത്യം പറഞ്ഞ ആദ്യത്തെ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ജിഷിൻ മറന്നുപോയി. ജിഷിൻ എന്തൊക്കെയൊക്കെയോ കാണിച്ചോണ്ടിരിക്കുന്നു. പാവപ്പെട്ട ജിഷിനും അവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കും, ഇവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കും. ഷാനവാസിന്റെ അടുക്ക മാത്രം ഒരു പരിധി കൂടുതൽ കുത്തിത്തിരിപ്പിന് ചെല്ലത്തില്ല. കാരണം സുഹൃത്താണ്, പുറത്തിറങ്ങിയാലും കാണേണ്ടതാണ്. അതുകൊണ്ട് ഇച്ചിരിയൊക്കെ മാറി നിൽക്കുന്നുണ്ട്. പക്ഷെ കിട്ടുന്ന ഗ്യാപ്പിൽ എല്ലായിടത്തും കുത്തിത്തിരിപ്പുണ്ടാക്കി പുറത്തേക്ക് അതേ വിളിച്ച് പറയുന്നുണ്ട് നമ്മുടെ ജിഷിൻ മാമൻ. അതിന് തന്നെയാണ് ലാലേട്ടനെ വെച്ച് കൊടുക്കുന്നത്. ബാക്കി കണ്ണുകൊണ്ട് നോക്കണ്ട, നോക്കി സംസാരിക്കാം. ലാലേട്ടാ കളിയാക്കിയതല്ല ലാലേട്ടാ മസ്താനി. ലാലേട്ടനെ മസ്താനി മറ്റേ സെറ്റപ്പാ, മറ്റേ ക്യൂട്ടിനെസ്. ഈ സാധനം ആയിരിക്കും ലാലേട്ടാ ഉദ്ദേശിച്ചത്, അല്ലാതെ വേറൊന്നും ആയിരിക്കത്തില്ല. ക്യൂട്ടിനെസ് ഇടാൻ നോക്കിയതാ. ബാക്കി ശരി അനുമോൾ, ഞങ്ങൾ ആരും കാണാത്തൊരു കാര്യം അനുമോൾ എങ്ങനെയാണ് കാണുന്നത്? അതെങ്ങനെ അറിയില്ലെന്ന് പറയുന്നത്? തോന്നിയ ദിവസം പറഞ്ഞിട്ട് അല്ല, അറിയില്ലെന്നാ? അനുമോളെ അറിയത്തില്ലെന്നാ? അനുമോളല്ലേ പറഞ്ഞത് അവർ രണ്ടുപേരും ഉമ്മം വെക്കുന്ന കണ്ടെന്ന്. പിന്നെന്താ ഇപ്പൊ ഇങ്ങനെ മാറ്റി പറയുന്നേ? അനുമോൾ ഈ ചെയ്തത് സത്യം പറഞ്ഞ അനുമോളുടെ പ്രേക്ഷകരോട് അനുമോള് ചെയ്ത തെമ്മാടിത്തരം. എനിക്ക് അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. കാരണം നിങ്ങളത് പറഞ്ഞപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് പ്രേക്ഷകർ ഇവിടെ പുറത്തുണ്ടായിരുന്നു. നമ്മൾ വരെ പറഞ്ഞു, ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അങ്ങനെ അനുമോള് പറയുമ്പോൾ പിന്നെ രാത്രി മറ്റേ പുതപ്പിന് ഇങ്ങനെ മൂടി അതിനകത്ത് കിടന്നുള്ള അടിയും ഇടിയും ഉപദ്രവവും എന്തൊക്കെയോ മറ്റേ കുലുങ്ങലുണ്ടല്ലോ പുതപ്പിനകത്ത്. ഇതൊക്കെ കാണുമ്പോഴും പിന്നെ അനുമോൾ ഈ സാധനം അങ്ങോട്ട് ഉറച്ച് പറയുമ്പോഴും ആരാണെങ്കിലും ഒന്ന് എന്തോ ഒരു എന്തിനധികം പറയുന്ന ബിന്നിയും റെനയും വരെ, ജിസൈലിന് മറ്റേ മസാജ് ചെയ്ത് കൊടുക്കുന്ന റെന വരെ പറയുന്നുണ്ടായിരുന്നു എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ എന്ന്. ഇല്ലേ? പിന്നെ ഇപ്പോ അനുമോളെ എന്ത് പറഞ്ഞായിരുന്നെങ്കിലും അനുമോളെ ഇഷ്ടപ്പെടുന്നവർ കൂടെ നിന്നേനെ. പക്ഷേ ഈ സ്റ്റാൻഡ് മാറ്റം, കോട്ടയം സ്റ്റാൻഡിൽ നിന്ന് ഒറ്റടിക്ക് തിരുവനന്തപുരം സ്റ്റാൻഡിൽ പോയത്, അത് ശരിയായില്ല. അറിയില്ല എന്നൊക്കെ പറഞ്ഞു കളഞ്ഞല്ലോ എൻ്റെ അനുമോളെ. അനുമോള് ചെയ്തത് വലിയ വെളിയൊരു തെറ്റല്ലേ അനുമോളെ? അനുമോളെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട ജനങ്ങളോട് അവര് മണ്ടന്മാരായി പോയല്ലോ അനുമോളെ. തെമ്മാടിത്തരമായി പോയി കേട്ടാ. ബാക്കി ഇങ്ങനെ ഒരു ആക്ടിന്റെ കൂടെ നിൽക്കാൻ എന്താ കാര്യം? ഡെമോൺസ്ട്രേറ്റ് ഒന്നും ചെയ്യണ്ടായിരുന്നു. നിങ്ങളല്ലേ? ശരിയാണല്ലോ, പുതപ്പെടുത്തോണ്ട് കൊടുത്തിട്ട് കാണിച്ചതാ. ഡെമോൺസ്ട്രേറ്റ് ചെയ്, ഇന്നാ പുതപ്പ് എന്നും പറഞ്ഞൊക്കെ ചെന്നിട്ട്
മക്കളുടെ എല്ലാവരുടെയും ഫ്യൂസ് അങ്ങോട്ട് ഊരിയിട്ടുണ്ട് കേട്ടോ ലാലേട്ടൻ ഇന്നത്തെ പ്രൊമോകളിൽ. വലിച്ച് ലാലേട്ടൻ ഇന്ന് രാത്രി ഇനി എപ്പിസോഡ് കാണാൻ അധികം സമയമില്ല, വലിച്ച് കീറുമെന്നാണ് എനിക്ക് തോന്നുന്നത് എല്ലാത്തിനെയും പിടിച്ചിട്ട്. 3-4 പ്രൊമോ കണ്ടു വന്നിട്ടുണ്ട്. ആദ്യത്തെ ഒരു പ്രൊമോ ഞാനത് കാണിക്കുന്നില്ല, ആ ഒരു പ്രൊമോ തന്നെ മറ്റേ ലാലേട്ടൻ കലിപ്പ് മൊഹമൊക്കെ അങ്ങോട്ട് ഈ ഒരു മൂടായിരുന്നു. പിന്നെ വന്നതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ലാലേട്ടന് മൊത്തത്തിൽ പൊളിഞ്ഞങ്ങോട്ട്. എന്തൊക്കെയായിരിക്കും ബാക്കി കാണാം. എന്തൊരു നാണം കെട്ട ഒരു ആക്ടാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. അനുമോൾക്ക് എന്നെ ഇഷ്ടമായിരുന്നു പറഞ്ഞു ശൈത്യയോട്. ആണോ ശൈത്യ അല്ലേ? തമാശക്ക് പറഞ്ഞില്ല. അതായത് നിങ്ങൾ പറയുന്ന എല്ലാം തമാശകള്, മറ്റവർ പറയുന്ന തമാശ അല്ലെന്നോ? എന്താണ് അനുമോളെ, ലാലേട്ടനാ ചോദിച്ചത് ഒരു ചോദ്യമല്ലേ അനുമോളെ? തമാശക്കാണോ ശൈത്യയോട് പറഞ്ഞത്? അവനോട് എനിക്കൊരു ക്രഷ് തമാശയോ ഗെയിമോ? അനുമോളുടെ ഗെയിമാണ് അതൊക്കെ, അല്ലാതൊന്നും ഞാൻ പറയത്തില്ലേ. എല്ലാം ഇന്ന് രാവിലെ വരെ നമ്മൾ കണ്ടത് മൊത്തം അനുമോളുടെ ഗെയിമാണ്. അനുമോൾ അതിനകത്ത് ഗെയിം കളിക്കാനാണ് ചെന്നിരിക്കുന്നത്. ഗെയിം കളിക്കുക, എങ്ങനെ വേണമെങ്കിലും അനുമോൾ ഗെയിം കളിച്ചു. പുറത്ത് അനുമോളെ സ്നേഹിക്കുന്നവർ സപ്പോർട്ട് ചെയ്യും. പക്ഷേ പറഞ്ഞ കാര്യങ്ങളിൽ ഒന്ന് ഉറച്ചു നിൽക്കുക അനുമോളെ. ഇത് ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു ഗെയിം ഷോ ആണ് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം. ഇന്നൊരാളെ സപ്പോർട്ട് ചെയ്തെന്നും പറഞ്ഞ് നാളെ മറ്റന്നാളും അതിൻ്റെ അടുത്ത ദിവസവും ഒക്കെ അവരെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. എനിക്ക് ഇന്ന് അനുമോളുടെ ഗെയിം ഇഷ്ടപ്പെട്ടു, നാളെ അനുമോളുടെ ഗെയിം ഇഷ്ടമല്ലെങ്കിൽ ഞാൻ പറയും മറ്റന്നാൾ അനുമോളുടെ ഗെയിം ഇഷ്ടപ്പെട്ടെന്ന് പറയും. അല്ല, അതിനകത്ത് എന്താ ഇത്ര പ്രശ്നം ഇരിക്കുന്നത്? ഒരു സിനിമയുടെ റിവ്യൂ ഇന്ന് പറഞ്ഞു, നാളെ വന്നിട്ട് വീണ്ടും ആ സിനിമയുടെ റിവ്യൂ മാറ്റി പറയുകയാണെങ്കിൽ തെണ്ടിത്തരം. ഇത് സിനിമയൊന്നും അല്ല, അല്ലാതെ ഒരു സോഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനമല്ല. എല്ലാ ദിവസവും ഒരു സാധനത്തിൽ തന്നെ നമ്മൾ ഉറച്ചു നിൽക്കാൻ. ഗെയിമാണ്, ആൾക്കാരുടെ ഗെയിം മാറിക്കൊണ്ടിരിക്കും. അതിനനുസരിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മൾ മാറ്റിയേ പറ്റൂ. അല്ലാതെ എപ്പോഴും തെമ്മാടിത്തരത്ത് നടക്കുന്ന കേസല്ല. എന്ത് കണ്ടാലും പറ്റത്തില്ല, എന്നെ കിട്ടത്തില്ല, ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ബാക്കി നമുക്ക് കാണാം. ബിഗ് ബോസിനെ നന്നാക്കാൻ വേണ്ടിയിട്ട് ആരും ഇന്ന് കളിക്കണ്ട കേട്ടോ, ഞങ്ങൾക്കറിയാം എന്ത് ചെയ്യണമെന്ന്. അത് അനുമോൾക്കുള്ള കൊട്ടായിരുന്നു. അതൊന്നല്ല, എനിക്ക് തോന്നുന്നു ലാലേട്ടൻ ഇന്ന് വന്നു കഴിയുമ്പം ഒരു ഭൂരിഭാഗം കൊട്ടും അനുമോൾക്കുള്ളയാണെന്നാണ് തോന്നുന്നത്. ഇപ്പൊ പറഞ്ഞതൊക്കെ അതെന്താ പറഞ്ഞതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അനുമോൾ ഇടയ്ക്ക് ഒരു ഡയലോഗ് അടിച്ചായിരുന്നു, ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ ഇവിടുന്ന് കാശ് മേടിക്കുന്ന, ബിഗ് ബോസ് ടീം എനിക്ക് കാശ് തരുന്നതാ, അപ്പൊ ഞാൻ കാരണം TRP റേറ്റ് കൂടണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്, ഞാൻ അവർക്ക് കണ്ടന്റ് കൊടുക്കണം, അത് ഞാൻ ചെയ്യും, എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിലും കൊടുക്കും എന്ന് അനുമോൾ ഒരു സാധനം പറഞ്ഞായിരുന്നു. സത്യം പറഞ്ഞാൽ അനുമോളുടെ ഒരു നന്മ എന്ന് വേണമെങ്കിൽ സൈഡിൽ കൂടെ വെച്ചോ. അതിനെ മൊത്തത്തിലൊന്നുമല്ല, ചിലപ്പോൾ കാണുമായിരിക്കും, ഇവിടെ ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം പണിയെടുക്കുന്നു, അതിനുള്ള കാശ് എനിക്ക് അവർ തരുന്നു, അപ്പൊ പണി നല്ല വൃത്തിക്ക് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് വൃത്തിക്ക് കണ്ടന്റ് കൊടുക്കാം. ഓക്കെ, കൊടുത്തോ. പക്ഷെ പറയുന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്ക്. പിന്നെ ലാലേട്ടൻ പറഞ്ഞു കേട്ടല്ലോ, ഞാനും നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്, അനുമോള് കാരണം അങ്ങോട്ട് TRP കൂടേണ്ട കാര്യമൊന്നും ഇല്ല ബിഗ് ബോസിന്. അവർ TRP കൂട്ടാൻ വേറെ എന്തെങ്കിലുമൊക്കെ അനുമോളില്ലെങ്കിലും അവർ അടിച്ചു കയറ്റും, അത് വേറെ കാര്യം. ബിഗ് ബോസ് സീസൺ 7 അനുമോൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് പുള്ളി അത് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അതിനകത്ത് ഉണ്ടാവുന്ന കണ്ടന്റ് മൊത്തം ചുറ്റിപ്പറ്റി അനുമോളെ പറ്റിയിട്ട് തന്നെയാണ്. അനുമോളെ ചുറ്റിപ്പറ്റിയാണ്, അത് ഉള്ള കാര്യം തന്നെ, ഇല്ലാതൊന്നും പറയണ്ട. പക്ഷെ അനുമോൾ പോയി കഴിഞ്ഞാൽ അടുത്ത ആളെ പിടിക്കും, അത്രേ ഉള്ളൂ. മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ, അല്ലാതെ വേറെ വലിയ ഒന്നും സംഭവിക്കാനില്ല. ബാക്കി നോമിനേഷനിലുള്ള ആൾക്കാർക്ക് പുലികളിയാണ് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്. സംഗതി എന്താണെന്ന് മനസ്സിലായല്ലോ. നോമിനേഷൻ 2-3 അടിച്ച് വെളിയിൽ കളയുന്നുണ്ട്. അപ്പാനി രേണുസുതി ഒക്കെ പോവെന്നാണ് കേൾക്കുന്നത്. ശൈത്യ ഒരു സംശയം, എന്താണ് ശൈത്യക്ക് പോകണ്ടേ പുറത്ത്? അത്രയ്ക്ക് സപ്പോർട്ടുണ്ടോ ശൈത്യക്ക്? ബാക്കി നമുക്കൊന്ന് കാണാം. ഇപ്പൊ ബിഗ് ബോസ് മോമൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അതും കൂടെ ഒന്ന് കേട്ടോ ഈ പുറത്തേക്ക് പോകുന്നതിന്റെ. പിന്നെ ഇതിന്റെ അവസാനം ഒരു സാധനമുണ്ട്, നമ്മുടെ അക്ബർ ഖാന്റെ ഒക്കെ മുഖം ഒന്ന് ശ്രദ്ധിച്ചോണം എല്ലാവരും. നിങ്ങളിൽ ഏത് പുലിയെയാണോ വേട്ടക്കാരൻ വേട്ടയാടിക്കൊണ്ടു പോകുന്നത്, ആ വ്യക്തി ഈ ബിഗ് ബോസ് വീടിനോട് എന്നേക്കുമായി വിട പറയും. അപ്പം അപ്പാനി പുറത്തേക്ക് പോയോ? എൻ്റെ ഒരു സംശയമാണ്, വേട്ടക്കാരൻ പോയി അപ്പാനിയാണോ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോയത്? കാരണം അക്ബറിൻ്റെ ആര്യൻ്റെയൊക്കെ മുഖം നിങ്ങൾ കണ്ട പറയാൻ പറ്റത്തില്ല, ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഒറ്റ കാര്യം മാത്രം ഞാൻ പറയാം, ലാലേട്ടനൊന്നും അല്ല കലിപ്പില്ല, നല്ല കലിപ്പില്ല. അല്ല, കലിപ്പുണ്ടാവേണ്ട കാര്യങ്ങൾ അവിടെ ഉണ്ടായല്ലോ ഈ കഴിഞ്ഞ ആഴ്ചകളൊക്കെ, അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും ലാലേട്ടൻ കലിപ്പാവും. ബിഗ് ബോസ് ടീം നല്ല രീതിയിൽ ലാലേട്ടനോട് പറഞ്ഞു കാണും, ലാലേട്ട കയറി അങ്ങ് തൂക്കിയാക്കണം, എല്ലാത്തിനും അടിച്ചങ്ങ് ഇരുത്തിയാക്കണം പറഞ്ഞിട്ടുണ്ട്. ഒന്നിനെയും വിടാതെ കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കറിയത്തില്ല, ഇപ്പം ഷാനവാസിനോടൊന്നും സംസാരിക്കുന്നത് കണ്ടിട്ടില്ല. എപ്പിസോഡ് വരട്ടെ, കാണാം. ഷാനവാസിനെയൊക്കെ പിടിച്ച് പൊരിക്കാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. ഈ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ വീട്ടിൽ ഇരിക്കുന്നവർ തന്തയ്ക്ക് വിളിക്കുന്നത്, വീട്ടിൽ ഇരിക്കുന്നത് തന്തയ്ക്ക് വിളിക്കുന്നത് ആ ഒരു സാധനം ഉണ്ടല്ലോ, മിക്കവാറും പൊരിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. എന്താണെങ്കിലും അരിമോളെ അങ്ങോട്ട് വറുത്തെടുക്കുന്നുണ്ട്.
എപ്പിസോഡ് ഇപ്പോൾ തുടങ്ങും. പോയി നമുക്ക് നോക്കാം ഇനി എന്തൊക്കെയായിരിക്കും എപ്പിസോഡിൽ കാണാൻ കിടക്കുന്നതെന്ന്. അപ്പോൾ എന്താണെങ്കിലും എപ്പിസോഡൊക്കെ കണ്ടിട്ട് അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.